ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം നടന്നു. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടി AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. രാവിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മ നിങ്ങൾ അറിയണം. നമ്മളൊരു തുടങ്ങി അത് നമുക്ക് അത് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്കത് ഉപകാരപ്രദമല്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ അഭിപ്രായങ്ങൾ നമ്മൾ മേൽഘടകങ്ങളിലേക്ക് അറിയിക്കണം. എന്നാൽ മാത്രമാണ് അതിൽ പലവിധ മാറ്റങ്ങൾ വരുത്തി നമുക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇറക്കിയ എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായമാണ് പറയുന്നത്. TLTയെ പറ്റിയിട്ട് നമ്മുടെ 1 ലക്ഷത്തിൻ്റെ കൗണ്ടർ തുടങ്ങിയ ആൾക്കാർ 2 ലക്ഷം 3 ലക്ഷമൊക്കെ കൗണ്ടർ തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട്. പുതിയ മോഡലുകൾ, പുതിയ ഡിസൈനുകളൊക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ അത് വരുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ടൈലറിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ തയ്ക്കാൻ അറിയുന്ന ആൾക്കാർ, കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പരിശീലനം കൊടുത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് വീടുകളിൽ വന്ന് അടിച്ച് കൊണ്ടു കൊടുക്കാവുന്ന രീതിയിലേക്കാണ് അത് മാറ്റുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് M സുശീല അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി M ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TP പ്രമീള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വള്ളത്തോൾ നഗർ സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രമീള, ഉഷ എന്നിവരെയും SSLC ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഭാരവാഹികളായ K ശശി, CR ബിന്ദു, KV രചന, MC ദിവ്യ, രചന ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PK രവി പ്രസിഡന്റ്, M ദാമോദരൻ സെക്രട്ടറി, KU അനില ജോയിന്റ് സെക്രട്ടറി, TP പ്രമീള ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നും റിട്ടയർമെന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും AKTA മെമ്പർമാരുടെ വിധവകളുടെ പെൻഷൻ അപേക്ഷ ചെല്ലുമ്പോൾ സർക്കാരിന്റെ വിധവാ പെൻഷൻ കട്ട് ചെയ്യുന്ന രീതി പിൻവലിക്കണമെന്നും വിവർദ്ധിച്ചു വരുന്ന കരണ്ട് ബില്ല് കുറയ്ക്കണമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പൊതു ശ്മശാനം വേണമെന്നും യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. VCV ന്യൂസ്, ദേശമംഗലം.